നമസ്കാരം. നമുക്കൊരു 132 വർഷത്തെ ഒരു ദീർഘയാത്ര കഴിഞ്ഞിട്ടാണ് മലയാള നോവൽ നമ്മൾ ഇന്ന് കാണുന്ന ഒരു നിലയിലെത്തിയിട്ടുള്ളത്. ഇവിടെയുള്ള എല്ലാവരും സീനിയർ വായനക്കാരും എഴുത്തുകാരും ഒക്കെയാണ്. അത് കാരണം ചരിത്രം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പറയാൻ വന്നത് ഇതാണ്, അതായത് നാടകം, കവിത, അങ്ങനെയുള്ള സാഹിത്യ രൂപങ്ങളുടെ ഒന്നും പഴക്കം നോവലിനില്ല. മാനവരാശിക്ക് തന്നെ നോവൽ പരിചിതമായിട്ടൊരു 350-400 വർഷങ്ങൾ അത്രയായിട്ടുണ്ടാവുള്ളൂ. എന്നിരുന്നാലും മനുഷ്യരുടെ ഓർമ്മകളെ സംബന്ധിക്കുന്ന ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ അത് നോവൽ സാഹിത്യത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥാനമുണ്ട്. എത്ര ഓർമ്മകളുണ്ടോ നമുക്ക് അതൊക്കെ ഭാവിയിൽ നോവലുകളായിട്ട് പരിണമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ടോൾസ്റ്റോയ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ലൈഫിനെ പറ്റി അറിയണമെങ്കിൽ അതിന് ഏറ്റവും നല്ല വഴി നിങ്ങളൊരു നോവൽ എഴുത്തുകാരനാവുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഒരു ലിവിങ് ബ്രീത്തിങ് ഫോമായിട്ട് നോവലുകൾ നമ്മുടെ മുന്നിലെത്തിയിട്ടുള്ളത്. അപ്പോൾ ഓരോ തലമുറയിലും ഈ എഴുത്തുകാർ, നോവലിസ്റ്റുകൾ പല പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഒരു 1930s കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അല്ലെങ്കിൽ നവോത്ഥാനത്തിന്റെ ആ കാലത്തൊക്കെ നോവലുകൾ വൻതോതിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സാമൂഹ്യ അവസ്ഥ അല്ലെങ്കിൽ നവോത്ഥാനം ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഒക്കെ നോവലിസ്റ്റുകൾ വേണ്ടപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയ പരിവർത്തനങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം, കേശവദേവ്, തകഴി അല്ലെങ്കിൽ ഉറൂബ്, അവരൊക്കെ പാർശ്വവൽക്കരിക്കപ്പെട്ട് നിന്നിരുന്ന അല്ലെങ്കിൽ സൈഡ് ലൈൻഡായിരുന്ന കുറെ ക്യാരക്ടേഴ്സിനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാരാണ്. അതിപ്പോ തോട്ടി അല്ലെങ്കിൽ മുസ്ലിം കുടുംബിനികൾ, അങ്ങനെയുള്ള പല ക്യാരക്ടേഴ്സിനെയും നോവലിൽ കൂടെ അവർ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു റിയലിസം അല്ലെങ്കിൽ യഥാർത്ഥ നോവൽ എന്ന് പറയുന്ന സങ്കല്പം മലയാളത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പരീക്ഷണ കാലഘട്ടം കഴിഞ്ഞിട്ട് ഒരു 1950s ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെയും കോമിക് ജീനിയസ് ആയിട്ടുള്ള വിക്കയൻ അല്ലെങ്കിൽ ബഷീർ, അങ്ങനെയുള്ള പല നോവലിസ്റ്റുകളും പിന്നെ അത് മുന്നോട്ട് നയിച്ചു. ആ പരീക്ഷണ കാലഘട്ടം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെ പറയാം. അന്നത്തെ നോവലിസ്റ്റുകൾ ആവിഷ്കരിച്ചിട്ടുള്ളത് അവരുടെ നിർഭയത്വം കൂടിയാണ്. അന്നത്തെ കാലത്ത് അവരുടെ നിർഭയത്വമാണ് അവരുടെ നോവലുകൾ നമുക്ക് കാണാൻ കഴിയും. സമൂഹത്തെ വിമർശിക്കാൻ എല്ലാത്തിനും അവരുടെ അധികാരം അവർ ഉപയോഗിച്ചു. അപ്പൊ ഇന്നത്തെ കാലത്താണെങ്കിൽ പല നോവലിസ്റ്റുകളും നിശബ്ദരാക്കപ്പെടുകയാണ്, അവർ ആക്രമിക്കപ്പെടുകയാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ആക്രമണം നോവലിസ്റ്റുകളെ നേർക്കല്ല, ഇവർക്ക് സമൂഹത്തിന്റെ മനസാക്ഷിയാണ് നിശബ്ദാക്കുന്നത്. അങ്ങനെ നിശബ്ദാക്കാൻ വേണ്ടിയിട്ട് എളുപ്പ വഴി നോവലിസ്റ്റുകളെ ആദ്യം തന്നെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും ആയതുകൊണ്ടായിരിക്കാം, എൻ്റെ അസംഷനാണ് അറിയുന്നത്. അപ്പോ കാരണം ഈ പല നോവലിസ്റ്റുകളുടെയും അവർ അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളെ പറ്റി നമുക്കറിയാം. ഓരോ നോവലിസ്റ്റ്, അതിലേക്ക് ഞാൻ വരാം. നോവൽ എന്ന് പറഞ്ഞാൽ ഒരു ഈസി വായനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലോങ് സ്റ്റോറിയാണോ, ഒരു വലിയൊരു കഥയാണോ നോവൽ? വായിച്ച് കുറച്ച് ദിവസങ്ങൾ വായിക്കാൻ പറ്റുന്ന കഥയാണോ നോവൽ എന്ന് പലരും ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ നോവൽ ചുരുക്കി എഴുതിയതാണോ കഥ എന്ന് പലരും പരാമർശിച്ചിട്ടുണ്ട്. നമുക്കറിയാതൊന്നുമല്ല, നോവലാണോ കഥ കഥയാണെന്നുള്ളത് ഞാൻ ഇവിടെ ആർക്കും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നോവലിസ്റ്റുകൾ ചെയ്യുന്നത് കാലത്തിന്റെ പ്രതിസന്ധികളെയാണ് അവർ ആവിഷ്കരിക്കുന്നത്. അപ്പൊ അതിനത്ര എളുപ്പവഴികളൊന്നുമില്ല. പലപ്പോഴും പത്രം വായിക്കുമ്പോഴും TV ന്യൂസ് കാണുമ്പോഴൊക്കെ നമുക്ക് തോന്നും, ഇത് മുമ്പിലേക്ക് തന്നെയാണോ, ടൈം എന്ന് പറയുമ്പോൾ കാലം മുമ്പിലേക്കാണോ പോകുന്നത് അതോ റിവേഴ്സിലേക്ക് പിന്നിലേക്കാണോ പോകുന്നത് എന്നുള്ളത് നമുക്ക് പലപ്പോഴും നമ്മളോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോ നോവലിൽ സങ്കീർണമാകുന്നത് അതുകൊണ്ടാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താന്ന് വെച്ചാൽ കാലം കടന്നു പോകുന്നതോറും മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത് അത് ഒട്ടും ലളിതമോ സുന്ദരമോ ഒന്നും അല്ലാതായിട്ട് കൂടുതൽ സങ്കുചിതമോ അല്ലെങ്കിൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതാണ് നോവലും റിഫ്ലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്താ കാരണം വെച്ചാൽ എല്ലാ നോവലിസ്റ്റുകളും ഈ സ്വന്തം അസ്തിത്വ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സ്വന്തം ചോദ്യങ്ങൾ, ധർമ്മസങ്കടങ്ങൾ, ഇതൊക്കെ ആവിഷ്കരിക്കുകയാണ് നോവലിൽ കൂടെ. അപ്പോൾ അത് എൻ്റെ തിയറിയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞിവിടെ നാടകകൃത്ത്, കഥാകൃത്ത്, കവിത എഴുതുന്ന ആള്, അവർക്ക് എല്ലാവർക്കും ഉള്ളത് ഇതേ ധർമ്മസങ്കടങ്ങളാണ്. അവർക്ക് പറ്റാവുന്ന രീതിയിൽ അവരത് ആവിഷ്കരിക്കുന്നു. അത്
അതുപോലെ തന്നെയാണ് നോവലിസ്റ്റും ചെയ്യുന്നത്. ഈ എഴുതുമ്പോൾ ഉണ്ടായിട്ടുള്ള മാനസിക സംഘർഷങ്ങളെ പറ്റിയിട്ട് ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ പറയാൻ പോവാണ്. അത് വേൾഡ് നോവലിസിൽ നമ്മൾ കേട്ടിട്ടുള്ള സംഭവങ്ങൾ പരാമർശങ്ങളാണ്. അപ്പോൾ സൗത്ത് കൊറിയയിൽ, ഇപ്പോൾ ഏഷ്യയിൽ മൊത്തത്തിൽ നോവലുകൾ വളരെ വളരെ നല്ല നോവലുകൾ ഏഷ്യയിൽ ഇന്ത്യയിൽ ഉണ്ടാകുന്നുണ്ട്. ഇന്ത്യയിലും അതുപോലെ ചൈന, കൊറിയ, ജപ്പാൻ, ഇതിൻ്റെയൊക്കെ ലിറ്ററേച്ചറും വളരെ ഉത്തരാധുനിക നോവലുകൾ ഉണ്ടാകുന്ന ഭാഷ തന്നെയാണ് അതൊക്കെ. അപ്പോൾ 2022-ലോ 2023-ലോ ലിറ്ററേച്ചറിനുള്ള നോബൽ പ്രൈസ് കിട്ടിയ ആൻ കാൻ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ നോവലിസ്റ്റ്, അവരിതുപോലെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെഴുതിയ നോവലാണ് ദ വെജിറ്റേറിയൻ. ആ നോവൽ എഴുതുന്ന സമയത്ത് ഇതായിരുന്നു എൻ്റെ എഴുത്ത് ജീവിതത്തിലെ ഏറ്റവും വലിയ ചാലഞ്ച് എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ എന്താ കാരണം എന്ന് ചോദിച്ചു. അപ്പൊ അതിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ, ഒരു കുടുംബി, സൗത്ത് കൊറിയയിലുള്ള ഒരു ലേഡി, അവർ പെട്ടെന്ന് ഒരു ദിവസം അവർക്ക് മീറ്റ് കഴിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതാണ് നോവലിന്റെ തീം മാത്രം. അതുകൊണ്ടാണ് ദ വെജിറ്റേറിയൻ എന്ന് പേര് വന്നത്. അപ്പൊ നമുക്ക് വെജിറ്റേറിയൻ ആവുമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമാണ്. ഇന്ത്യയിൽ ഇഷ്ടംപോലെ വെജിറ്റേറിയൻസ് ഉണ്ട്. സൗത്ത് കൊറിയയിൽ അവരുടെ ഡയറ്റിന്റെ ഭാഗമാണ് മീറ്റ്. ബ്രേക്ക്ഫാസ്റ്റിനായാലും ലഞ്ചിനായാലും സ്നാക്സിന് പോലെയാണെങ്കിലും മീറ്റ് അവർക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഡിഷസ് ഒന്നുമില്ല. വെജിറ്റേറിയൻ എന്നുള്ള കൺസെപ്റ്റ് അവിടെ വളരെ അപൂർവമാണ്. അതും ജീവിതകാലം മുഴുവൻ നോൺ വെജ് കഴിച്ചിരുന്ന ഒരാൾ എന്തുകൊണ്ട് വെജിറ്റേറിയൻ ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ഈ നോവലിസ്റ്റ് ചെറിയ ബുദ്ധിമുട്ടുകളൊന്നും അല്ല അനുഭവിച്ചത്. സോഷ്യലായിട്ട് ഒരു ഡിറ്റാച്ച്മെന്റ് വരുന്ന ഒരവസ്ഥയുണ്ട് നോവലിൽ. ഇങ്ങനെ വായിച്ച് പോകുമ്പോൾ ആ സോഷ്യൽ ഡിറ്റാച്ച്മെന്റ് എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇവരൊറ്റയ്ക്ക് കാടുകളിൽ കൂടെ നടക്കാൻ പോയി. പിന്നെ ബുദ്ധിസ്റ്റ് മോങ്സിന്റെ അവർ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ വായിച്ചു. എന്താണെന്ന് വെച്ചാൽ ആ ഡിറ്റാച്ച്മെന്റ് എന്താണെന്ന് അവർക്ക് എഴുതി ഫലിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട്. പിന്നെ ഇവർക്ക് മൈഗ്രെയിൻ, അങ്ങനെ കുറെ ഇഷ്യൂസ്, ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നു ആ സമയത്ത്. ഇതൊന്നും പോരാത്തതിന് ഇവര് ഇങ്ങനെ വീട്ടിലേക്ക് ഇരിക്കുന്ന സമയത്ത് അടുത്ത മുറിയിൽ നിന്ന് ഇതില് നായിക ആയിട്ടുള്ള കഥാപാത്രങ്ങൾ, അപ്പൊ അവരുടെ കച്ചിൽ കേൾക്കുന്ന പോലെ അവർക്ക് തോന്നും. അവരടുക്കളയിൽ ഇങ്ങനെ കൊണ്ടുപോയി നിൽക്കുകയാണ്, എനിക്ക് മീറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല, മീറ്റ് കഴിക്കാൻ പറ്റില്ല എന്നുള്ള പ്രസ്താവനയായിട്ട് അവരിങ്ങനെ പുറത്തേക്ക് നിൽക്കുന്ന വിഷ്വൽ. അതുപോലെ ഇവരുടെ ശരീരം വെജിറ്റേറിയൻ കഴിച്ചിട്ടൊരു മരമായിട്ട് പരിണമിക്കുന്ന അങ്ങനത്തെ ഒരു ഭാഗമൊക്കെ ഉണ്ട് നോവലിൽ. ഇവരുടെ ഹാലൂസിനേഷൻ ആണ് ഇതൊക്കെ. നോവലിസ്റ്റിന്റെ ഹാലൂസിനേഷൻ ആണ് ഈ നോവൽ ഇത്രയും മികച്ചതാകാനുള്ള കാരണം എന്നുള്ളതാണ്. അതുപോലെ നമുക്കറിയാം വാർ ആൻഡ് പീസ് വരുന്ന സമയത്ത് ടോൾസ്റ്റോയ് ഇതുപോലെ ഒരാള് ഇങ്ങനെ യുദ്ധത്തിൽ മുറിവ് പറ്റി വീണ് കിടക്കുന്ന ഒരാളെ പറ്റിയിട്ടാണ് എഴുതുന്നത്. അപ്പൊ കുറെ ഇങ്ങനെ ആലോചിച്ചു. അപ്പൊ ടോൾസ്റ്റോയ്ക്ക് മനസ്സിലാവുന്നില്ല വീണ് കിടക്കുന്ന ഒരാളെ എന്താണ് കാണുന്നത്. അത് അനങ്ങാനൊന്നും പറ്റില്ലല്ലോ. മുറിവ് പറ്റി ഇങ്ങനെ വീണ് കിടക്കുകയാണ്, ഒരുപാട് ചോര പോയിട്ടുണ്ട്. അപ്പൊ എന്താണ് അയാളുടെ മൈൻഡിൽ ഉണ്ടാവുക, എന്താണ് കാഴ്ച എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ടോൾസ്റ്റോയ് നേരെ പോയിട്ട് ഗാർഡനിൽ കുഞ്ഞുള്ള നിലത്ത് കിടന്നു. കുറെ നേരം കിടന്നിട്ട് എഴുന്നേറ്റില്ല. അപ്പൊ വീട്ടുകാർ ഭാര്യയൊക്കെ വിചാരിച്ച് ബോധം കെട്ടി കിടക്കണോ എന്ന് വിചാരിച്ച് അവരൊക്കെ ഒന്ന് നോക്കി. പരിചാരകരൊക്കെ വന്നിട്ട് അവരൊക്കെ എഴുന്നേൽപ്പിക്കാൻ നോക്കി. എഴുന്നേറ്റം കൂട്ടാക്കിയില്ല. ഈ മനസ്സിൽ എന്താണ് എഴുതേണ്ടതെന്നുള്ള ഒരു കംപ്ലീറ്റ് പിക്ചർ വരുന്നവരെ, സെന്റൻസ് ബൈ സെന്റൻസ് വരുന്നവരെ അദ്ദേഹം അവിടെ കിടന്ന് അങ്ങനെ അത് അത്രയും പ്രഗത്ഭരായിട്ട് ടോൾസ്റ്റോയ്ക്ക് പോലും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ഫ്രഞ്ച് നോവലിസ്റ്റ് ഉണ്ട്, ഹെർവിലി ടെലിയർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു ബുക്കാണ് അനോമലി എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അപ്പൊ അതിന്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിമാന യാത്രക്കാരുമായിട്ട് പറഞ്ഞു കൂടിയിട്ട് കുറച്ചു നേരം അയാൾ കാണാതാവുന്നതാണ് അതിന്റെ കഥ. നോവലിന്റെ കഥ തീം അതാണ്. അപ്പൊ അദ്ദേഹം ടർബുലൻസിനെ പറ്റിയിട്ടും ഏവിയേഷൻ ആക്സിഡൻസ് അതിന്റെ എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും പഠിച്ചു നോവൽ എഴുതാൻ വേണ്ടി. ഒരുപാട് ടെക്നിക്കൽ ടേംസ് വരുന്ന നോവലാണ് അത്. അത് പഠിച്ചു കഴിഞ്ഞിട്ട് അപ്പൊ എപ്പോഴും ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്, കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല. ഒരു ദിവസം ഇതുപോലെ ഫ്ലൈറ്റിൽ കയറി ഇവിടെ പോകുന്ന സമയത്ത് ആൻസൈറ്റി അറ്റാക്ക് വന്നു. ഇപ്പൊ എയർ ഹോസ്റ്റസും സ്റ്റുഡൻസും അവർക്കൊക്കെ പരിചയമാണ്. പല യാത്രക്കാർക്കും ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നാറുണ്ടല്ലോ. ട്രെയിനിലായതുകൊണ്ട് അവർ വന്നു സമാധാനിപ്പിക്കാൻ നോക്കി. അപ്പൊ പുള്ളി അവസാനം കുറെ കഴിഞ്ഞ് നോർമലായിട്ട് പറഞ്ഞു, ഞാൻ ഒരു നോവലിസ്റ്റാണ്, ഞാൻ എന്റെ പ്ലോട്ടിൽ തന്നെയാണോ പെട്ടെന്ന് വിചാരിച്ചു പോയി, എന്റെ നോവലിന്റെ പ്ലോട്ടിൽ തന്നെയാണോ ഞാൻ വിചാരിച്ചു പോയതുകൊണ്ട് എനിക്ക് ആൻസൈറ്റി അറ്റാക്ക് വന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അപ്പൊ
നമ്മുടെ ചുറ്റുപാടും കാലമൊക്കെ മാറുന്നതിനനുസരിച്ച് നോവലിന്റെ ഘടനയും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, നോവലിസ്റ്റുകളുടെ സമീപനവും മാറിക്കൊണ്ടിരിക്കും. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ കഥകളും കവിതകളും ഒക്കെ റഫ് ആയിക്കൊണ്ടിരിക്കുന്നത് ചുറ്റുപാടുമുള്ള ജീവിതത്തിന്റെ റിഫ്ലക്ഷൻ കാരണം കൊണ്ട് തന്നെ ആയിരിക്കാം. എന്താ വെച്ചാൽ റഫായിട്ടുള്ള ലൈഫുകളെ പറ്റി നമ്മൾ എഴുതുമ്പോൾ നമ്മൾ എഴുത്തും റഫായിക്കൊണ്ടിരിക്കുന്നതായിരിക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ പോപ്പുലർ ആയിട്ടുള്ള പൾപ്പ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അപ്പോ നമ്മുടെ GR ഇന്ദുഗോപൻ അദ്ദേഹത്തിനോട് ഒരു ഇന്റർവ്യൂകളോട് ചോദിച്ചു, നിങ്ങളുടെ ബുക്കുകൾ നിങ്ങളുടെ അഡ്രിനാലിൻ റഷുള്ള ടൈം റൈറ്റർ ആയിട്ട് ചാപ്പകുത്തപ്പെടൽ അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി എനിക്ക് വളരെ രസമായിട്ട് തോന്നി. എനിക്ക് ഇഷ്ടമുള്ള ഒരു ജോണർ ഞാൻ എഴുതുന്നു, എന്റെ സ്വാതന്ത്ര്യമാണത്. അതുപോലെ വായനക്കാരും ഇഷ്ടമുള്ളത് വായിക്കുന്നു, അത് അവരുടെ സ്വാതന്ത്ര്യം. അങ്ങനെ ഇഷ്ടമുള്ളത് എഴുതാനും ഇഷ്ടമുള്ളത് വായിക്കാനുമുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ വിമർശനം അതിപ്പോ എങ്ങനെ എഴുതി കഴിഞ്ഞാലും വായനക്കാരായാലും നിരൂപകരായാലും പുസ്തകങ്ങൾ കുറ്റം കണ്ടുപിടിക്കും. പിന്നെ അദ്ദേഹത്തെ ബാധിക്കാറില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പൊ നമുക്കറിയാം പുതിയ നോവലുകൾ അദ്ദേഹം എഴുതുന്നത് അദ്ദേഹത്തിന് നിലപാടിൽ ഉറച്ചു നിന്നിട്ട് തന്നെയാണ് അദ്ദേഹം എഴുതുന്നത്. നിരൂപകരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഒരുപാട് സാധ്യതകളുണ്ട്. നോവൽ എന്ന് പറയുന്ന സാഹിത്യ രൂപത്തിന് ഒരുപാട് സാധ്യതകളുണ്ട്. പൾപ്പ് മാത്രം എഴുതി അല്ലെങ്കിൽ ഇപ്പൊ നമുക്കറിയാം സ്റ്റീവൻ കിങ് എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള അമേരിക്കൻ നോവലിസ്റ്റിനെ പറ്റി നമുക്കറിയാം. അദ്ദേഹം എഴുതിയിട്ടുള്ള പല ഇതൊരു പൾപ്പാണ്, സൂപ്പർ നാച്ചുറൽ ഹൊറർ ഇങ്ങനത്തെ ഒരു ജോണറുകൾ എഴുതുന്ന ആളാണ് അദ്ദേഹം. ഇപ്പൊ റീസെന്റ് ഏറ്റവും കൂടുതലായിട്ട് IT എന്ന് പറഞ്ഞ സിനിമ നമുക്കറിയാം, അത് അദ്ദേഹം എഴുതിയ നോവലാണ്. രണ്ടാമതും മൂന്നാമതും ഒക്കെ അതിൽ പല ഭാഗങ്ങൾ വന്നു. അതുപോലെ മിസ്രി എന്ന് പറഞ്ഞ രസകരമായിട്ടുള്ള നോവല്, ഒരു വായനക്കാരി എഴുത്തുകാരനെ ഒരു സീരീസാണ്, നോവൽ സീരീസ് എഴുതുമ്പോൾ അതിലൊരു ലാസ്റ്റ് വന്ന ക്ലൈമാക്സ് ഒക്കെ ഇഷ്ടപ്പെടില്ല. അപ്പൊ പബ്ലിഷ് ആയിട്ടില്ല. ഇവർക്ക് എങ്ങനെയോ പബ്ലിഷ് ആവുന്നതിന് മുമ്പ് ഈ കോപ്പി കിട്ടി ഇവരെങ്ങനെയോ വായിച്ചു. പബ്ലിഷ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, പബ്ലിഷ് ഹൗസിൽ മറ്റോ വർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഇവര് ഈ നോവലിസ്റ്റിനെ തടവിലാക്കിയിട്ട് മാറ്റി എഴുതാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ നോവലിന്റെ പ്ലോട്ട്, മിസ്രി എന്ന് പറഞ്ഞ നോവല്. അപ്പൊ അങ്ങനത്തെ പല ഹിറ്റ് ഇതുകളും എഴുതിയിട്ടുള്ള സ്റ്റീവൻ കിങ്ങിനോട് ചോദിച്ചു. സ്റ്റീവൻ കിങ്ങിനും പറയാനുള്ള സെയിം അഭിപ്രായമാണ്, ഞാൻ ആരുമായിട്ട് കമ്പയർ ചെയ്യാറില്ല, ഞാൻ ഇങ്ങനെ പൾപ്പ് എഴുതുന്ന ആളായിട്ട് അറിയപ്പെടാൻ തന്നെയാണ് താല്പര്യപ്പെടുന്നത്. അപ്പൊ അങ്ങനത്തെ നോവൽ കാറ്റഗറി ഇപ്പൊ നമ്മൾ സിനിമകളിൽ പല ജോണറുകൾ പറയുന്ന പോലെ എഴുത്തിലും ഇപ്പൊ പല ജോണറുകളുണ്ട്. അതിന് ഫോളോവേഴ്സും ഒക്കെ വേറെ വേറെ ഉണ്ട്. പരമാവധി ഉപയോഗപ്പെടുത്തുന്നത് നമ്മൾ സൂപ്പർ നാച്ചുറൽ ഹൊററൊക്കെ വിട്ടിട്ട് റിയലിസം, നമ്മൾ മനുഷ്യനെ പറ്റി എഴുതുമ്പോൾ തന്നെയാണ് നോവലിന്റെ ഒരു കഴിവ്, ഒരു സാധ്യതകൾ നമ്മൾ ശരിക്കും ഉപയോഗപ്പെടുത്തുന്നതാണ് കാര്യം. ഇപ്പൊ പഴയ കാലം ഇന്നത്തെ കാലം തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു. അപ്പൊ ജെൻസിനെ പറ്റിയിട്ട് ശിവരാജ് സാർ പറഞ്ഞു. ഇപ്പൊ ടെക്നോളജി ആണല്ലോ പഴയ കാലവും ഇന്നത്തെ കാലവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. നമുക്ക് യൂട്യൂബിനോടോ അല്ലെങ്കിൽ ഇൻസ്റ്റയോടോ ഫേസ്ബുക്കിനോടോ ഒന്നും കോമ്പീറ്റ് ചെയ്യാനായിട്ടുള്ളതല്ല പുസ്തകങ്ങൾ. അത് പുസ്തകങ്ങളുടെ പർപ്പസ് അല്ല. അവിടുന്ന് കിട്ടാത്തത് ഒരാൾക്ക് കൊടുക്കാനായിട്ട് പുസ്തകങ്ങൾക്ക് പറ്റണം. അവിടെയാണ് പുസ്തകങ്ങൾ കഴിയും. വേറെ എവിടുന്നും കിട്ടാത്തത് ഇപ്പൊ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരു വീഡിയോ കണ്ടിട്ട് അതൊന്നും കിട്ടാത്തത് എന്താണെന്ന് വെച്ചാൽ അത് ഒരു വായനക്കാരന് കൊടുക്കാൻ കഴിയുമ്പോഴാണ് പുസ്തകങ്ങൾ അവിടെ പ്രസക്തമാകുന്നത്. അത് ചോദിക്കാതെ തന്നെ ഓരോ വായനക്കാരിലേക്ക് അത് എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പുസ്തകം സക്സസ് ആയി എന്നുള്ളതാണ്. ടെക്നോളജിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുന്നു. ഇത് പുസ്തകങ്ങൾ കാരണമാണ് അല്ലെങ്കിൽ സാഹിത്യം കാരണമാണ്. ടെക്നോളജിക്ക് മനുഷ്യനെ ഒരുമിപ്പിക്കാനായിട്ട് വെർച്വലി ഒരുമിപ്പിക്കാൻ പറ്റില്ല, പക്ഷെ ഫിസിക്കലി മനുഷ്യനെ ഒരുമിപ്പിക്കാനായിട്ടുള്ള കഴിവില്ല ടെക്നോളജി. അത് ഭിന്നിപ്പിക്കുകയുള്ളൂ. കാരണം ഒന്ന് സൂര്യപ്രകാശവും മറ്റൊരു കൃത്രിമ വെളിച്ചമാണ്. ഒരു നോവൽ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇതുപോലെ തന്നെ പൾപ്പ് ഫിക്ഷൻ കാറ്റഗറിയിൽ പെടുന്ന അമേരിക്കൻ റൈറ്റർ ആയിട്ടുള്ള ഒരാൾ എഴുതിയിട്ടുള്ള, ഞാൻ ഈ നോവലുകളുടെ കാര്യം പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ നോവൽ എഴുതുന്ന സമയത്ത് ഇവരുടെ ഒരു ദീർഘദൃഷ്ടി അത് കുറച്ച് കാലം കഴിഞ്ഞ് ഞാൻ സംഭവിക്കാമെന്നുള്ളത് 1960s 30s ഒക്കെ ഇരുന്നുകൊണ്ട് ഇവര്
കണക്ക് കൂട്ടണം. ഒരു ഫാരൻഹീറ്റ് 451 എന്ന് പറയുന്ന നോവലുണ്ട്. അപ്പൊ ആ നോവലിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ന്യൂക്ലിയർ അറ്റാക്ക് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സിറ്റിയാണ് അതിൽ കഥ നടക്കുന്നത് അവിടെയാണ്. അപ്പൊ അവിടെ അവരെല്ലാം ബാൻ ചെയ്തു. ഈ സോഷ്യൽ മീഡിയ അങ്ങനത്തെ കാര്യങ്ങൾ അന്ന് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ബാക്കി TV അങ്ങനത്തെ സാധനങ്ങളൊന്നും ഒക്കെ വിനോദ പരിപാടികൾ മാത്രമേ കാണിക്കുള്ളൂ. എന്താ വെച്ചാൽ ന്യൂക്ലിയർ വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഏത് സമയത്ത് ന്യൂക്ലിയർ അറ്റാക്ക് ഉണ്ടാവും. പക്ഷെ ഭരണകൂടത്തിന് ജനങ്ങളത് അറിയണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള സിറ്റിയിൽ അവർ പറഞ്ഞിരിക്കുകയാണ് പുസ്തകങ്ങളൊന്നും പാടില്ല. പുസ്തകങ്ങൾ കൈവശം വയ്ക്കുന്നത് ഡ്രഗ്സോ അല്ലെങ്കിൽ ചന്ദനം കടത്തുന്നത് പോലെയുള്ള വലിയ കുറ്റമാണ്. അപ്പൊ ആരുടെയും പുസ്തകങ്ങളുണ്ടോ അതൊക്കെ സറണ്ടർ ചെയ്യണം. പക്ഷെ വായനക്കാരായിട്ടുള്ള ആൾക്കാരെ അവർ പലരും ഒളിപ്പിച്ച് വെക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, ഈ ആൾക്കാർക്ക് അറിയാം. അപ്പൊ ഒരാള് ഇതിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് അയാളുടെ ജോലി എന്ന് പറയുന്നത് ഈ പുസ്തകങ്ങൾ കണ്ടുപിടിച്ച് കത്തിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ വീടൊന്നും കത്തിക്കും, പുസ്തകങ്ങൾ മാത്രമായിട്ട് എടുത്തുകൊണ്ട് പോയി പുറത്ത് കൊണ്ടുവച്ച് കത്തിക്കുന്നില്ല. അല്ലെ എവിടെയാ കണ്ടെന്ന് വെച്ചാൽ അവിടെ വെച്ച് കത്തിച്ച് നശിപ്പിക്കാനുള്ള ഒരു സ്ക്വാഡാണ് അത്. അപ്പൊ അങ്ങനെ സ്ക്വാഡിൽ വർക്ക് ചെയ്യുന്ന ഒരാള് എന്തൊക്കെയോ മിസ് ചെയ്യുന്ന പോലെ ഒരു ദിവസം ഇങ്ങനെ അനുഭവപ്പെടണം. ഭാര്യയുണ്ട്, ഭാര്യ പാർട്ടിയൊക്കെ നടക്കും, ഫ്രണ്ട്സ് എല്ലാവരും വരും, ഇങ്ങനെ ജനറലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴൊരു എന്തോ ഒരു മിസ്സിങ് ഫീലിംഗ് വന്നിട്ട് ഒരു ദിവസം ഇതുപോലെ കത്തിക്കാൻ വെച്ചിരുന്ന പുസ്തകങ്ങൾ എടുത്ത് വായിച്ചു. വീട്ടിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. എന്താ കാരണം ഇയാൾ ചെയ്യുന്ന വലിയ കുറ്റമാണ്, ക്രിമിനൽ ഒഫൻസ് ആണെന്ന് അറിയാം. അങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള പുസ്തകങ്ങൾ ഭാര്യ കൊണ്ട് അറിയാതെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു. ഒരു ദിവസം ഇതുപോലെ ഒരു പാർട്ടി നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ഇങ്ങനെ ജനറലായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുന്നു, വേറെ ഒരാളെ പറ്റി പറയുന്നു, സോഷ്യൽ ലൈഫിനെ പറ്റി പറയുന്നു, ഡ്രിങ്ക്സ് കഴിക്കുന്നു, പാർട്ടിയാണ്. അപ്പൊ പെട്ടെന്ന് ഇദ്ദേഹം വന്നിട്ട് കവിതയുടെ ഒരു ഭാഗം ഇങ്ങനെ പറയും, കവിതയുടെ കുറച്ച് വരികൾ ഇങ്ങനെ പറയും. അപ്പൊ ആൾക്കാരെല്ലാവരും പെട്ടെന്ന് ശ്രദ്ധിക്കും. എന്താ ശരി കവിത വായിച്ചിട്ടില്ല ലൈഫിൽ, ഒരു ഫ്യൂച്ചറിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു നോവലിന്റെ പ്ലോട്ടാണ്. അത് കാരണം കൊണ്ട് അവർ പുസ്തകങ്ങളെ വായിച്ചിട്ടില്ല. പഠിക്കാനുള്ളത് വെച്ച് അത് ലാപ്ടോപ്പിലോ ടാബിലോ കാണുന്നതല്ലാതെ പുസ്തകങ്ങളെ പറ്റിയിട്ട് വായിച്ചിട്ടുമില്ല. ഈ കവിത എന്ന് പറഞ്ഞ സംഭവത്തെ പറ്റി കേട്ടിട്ടില്ല. അത് വായിച്ച് ഇങ്ങനെ എല്ലാവരും നിശബ്ദമായിട്ട് ഇരിക്കുമ്പോൾ അപ്പോഴേക്കും ഈ പുസ്തകങ്ങൾ കത്തിക്കാനുള്ള ആൾക്കാർ വരും. അവർ വന്നിട്ട് അവർക്ക് മനസ്സിലായി, അതായത് ഈ ഭാര്യയ്ക്ക് മനസ്സിലായി ഇയാൾ സീക്രട്ടായിട്ട് പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. എന്നിട്ട് വന്നിട്ട് ഇയാളോട് രക്ഷപ്പെടും. അപ്പൊ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നാലെ പിടിക്കാനായിട്ട് ഓടുന്ന ഒരു റോബോട്ട് ഡോഗാണ്. അപ്പൊ ഞാൻ ഈ ആലോചിച്ച് ഈ റോബോട്ട് ഡോഗിന് നമുക്ക് ഇന്നത്തെ കാലത്തുണ്ട്. ഇപ്പൊ നമുക്കറിയാം അങ്ങനത്തെ റോബോട്ട് ഡോഗിന്. അപ്പൊ ഈ ടെക്നോളജിയാണ് നോവലിസ്റ്റ് ഉദ്ദേശിക്കുന്നത്. AI ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഇതിന് എതിരാവുന്നത് എങ്ങനെയാണെന്നാണ് ഈ നോവലിന്റെ മൊത്തം പ്ലോട്ട് എന്ന് പറഞ്ഞാല് പുസ്തകങ്ങൾക്ക് എതിരായിട്ട് ഈ ടെക്നോളജി എങ്ങനെ വർക്ക് ചെയ്യുന്നതാണ്. വായനക്കാരനെ ഓടിച്ചിട്ട് കൊല്ലാൻ നോക്കുന്ന ഡോഗായിട്ടാണ് ടെക്നോളജി ഈ ബുക്കിൽ വരുന്നത്. അപ്പൊ അത്രയ്ക്കൊന്നും മോശമായിട്ടില്ല നമ്മുടെ സാഹചര്യം എന്ന് വെച്ചാലും ഒരു 60s എഴുതിയ നോവലിസ്റ്റിന് അന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു ഇത് അനുഭവപ്പെട്ടല്ലോ എന്നാണ് ഞാൻ ഈ നോവൽ വായിച്ചിട്ട് ചിന്തിച്ചത്. ഇപ്പൊ ഇവിടെ സംസാരിച്ച ഷിൻല സാറും ഗണേഷ് സാറും പറഞ്ഞു വായനക്കാരാണ് നോവലിന് പൂർണ്ണമായിരുന്നു പറഞ്ഞു. അത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് തോന്നിയത്. എന്താ കാരണം വെച്ചാൽ എഴുതി കഴിഞ്ഞിട്ടുള്ള ഐഡിയ നമ്മൾ വിചാരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് വിചാരിക്കും, പക്ഷെ അങ്ങനെയല്ല. എഴുതി കഴിഞ്ഞിട്ടുള്ള ഐഡിയകൾ പലതും അത് അടവെച്ച് വിരിക്കുന്നതും അതിനെ വളർത്തുന്നതൊക്കെ വായനക്കാർ തന്നെയാണ്. അപ്പൊ വായനക്കാരെ ഇടപെടിക്കാത്ത നോവലിന് ഒരു ഭാവിയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ശബ്ദമോഹനത്തിൽ ഞാൻ ഇതുപോലെ ഒരു വരി വായിച്ചിട്ടുണ്ട്. ഞാൻ പോലും അറിയാതെ ശേഷൻ ചിത്രരഞ്ജനെ കൃഷി ചെയ്തു, വായനക്കാരന്റെ പുസ്തകം എന്ന പോലെ. അപ്പൊ അന്ന് കുട്ടിക്കാലത്ത് അച്ഛൻ്റെ ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാവാത്തൊരർത്ഥം എനിക്കിപ്പോ ഈയിടെ നമുക്കത് കിട്ടിയത്. അതായത് വായനക്കാരനാണ് ഒരു കൃതിയുടെ വിളനിലം എന്നുള്ളൊരു ആധുനിക കൺസെപ്റ്റ് ആണെന്ന് അത് ഇപ്പൊ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഇത് നോവലിന്റെ ആഖ്യാനത്തിന്റെ ഒരു സാധ്യത മാത്രമാണ്. ഇങ്ങനെയുള്ള പല സാധ്യതകളിൽ കൂടെയാണ് വായനക്കാരനും ഒരു നോവലിസ്റ്റും തമ്മിലുള്ള ബന്ധം നിലനിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഓരോ മനസ്സിലും ഉഴുതുമറിക്കാതെ കിടക്കുന്ന പല ചിന്തകളും ഈ നോവൽ വായനയിലൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും വായിക്കുന്നതിലൂടെയാണ് അത് വിത്ത് മുളയ്ക്കുകയും പൂത്ത് തടയുകയൊക്കെ ചെയ്യുന്നത്. കാവ്യന്റെ മണിപ്പുര എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ശ്രീ MT എഴുതിയിട്ടുണ്ട്, ഞാൻ എഴുതിയിട്ടില്ലെങ്കിൽ ഒരബദ്ധവും സാഹിത്യത്തിൽ സംഭവിക്കാൻ തോന്നില്ല. നമുക്ക് എഴുതി
പ്രകൃതി പ്രതിഭാസങ്ങൾ പോലെ സംഭവിക്കേണ്ടതാണ് കൃതികൾ വേണ്ടി. മറ്റാരും അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരു നോവലിസ്റ്റ് അല്ലെങ്കിൽ സാഹിത്യകാരനായതെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു എഴുത്തുകാരൻ്റെ അല്ലെങ്കിൽ നോവലിസ്റ്റിന്റെ മനസ്സിലുണ്ടാവേണ്ട വികസനത്തിനെ പറ്റിയിട്ടാണ് എനിക്ക് തോന്നിയത്. ചുറ്റുപാടുകൾ ഇങ്ങനെ പ്രതിഫലിക്കുന്നതിന് അത്രയും വികസനമാണ്. അത് പരിക്കനായിട്ടുള്ള ഒരു സംഭവമായി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പ്രതിഫലിക്കില്ല, നമുക്കൊന്നും എഴുതാൻ പറ്റില്ല എന്നുള്ളതാണ്. പിന്നെ നോവലിസ്റ്റിന്റെ വിഷമങ്ങളെ പറ്റി ബുദ്ധിമുട്ടുകളെ പറ്റി എല്ലാവരോടും പറഞ്ഞു. വർഷങ്ങൾ നീളുന്ന പ്രയത്നങ്ങളാണ്. ചിലപ്പോൾ 10 വർഷം, 15 വർഷം, 5-6 വർഷം അത്രയും സമയം എടുത്തിട്ടാണ് നോവലുകളൊക്കെ വരുന്നത്. നീൽ ഗെയ്മൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രിട്ടീഷ് നോവലിസ്റ്റ് പോലെ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഒരു ചെറുപ്പം ഒരു എഴുത്തുകാരൻ ചോദിച്ചു, അടുത്ത ഞാൻ ഏത് ജോണറിലാണ് എഴുതുന്നത്, എന്താണ് ഇപ്പൊ ട്രെൻഡിങ് ആവുക? അപ്പൊ മാർക്കറ്റിംഗ് ആൾക്കാരോട് ഇങ്ങനെ ചോദിച്ചു നടക്കുകയാണ്, എന്താണ് ഞാൻ അടുത്ത് എഴുതുന്നത്, എന്താണ് ഞാൻ അടുത്ത് ഹിറ്റാവാൻ പോകുന്ന ഒരു ജോണർ എന്താണ്? അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാല് മാർക്കറ്റിംഗ് ആർക്കും അറിയില്ല, എനിക്കും അറിയില്ല, ആർക്കും അറിയില്ല. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു, നിങ്ങൾ ഡെഡിക്കേഷനോട് കൂടി കാണുന്ന ടോപ്പിനെ പറ്റിയാണ് നിങ്ങൾ എഴുതുന്നത് എന്ന് അദ്ദേഹം ഇങ്ങനെ മറുപടി പറയുണ്ടായി. എന്താ കാരണം വെച്ചാൽ സാഹിത്യത്തിന്റെ ചക്രവാളം അത്രയും വിപുലമാണ്, എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള സ്ഥാനം ഉണ്ടെന്നാണ് അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോ ഒരു ചോദ്യം എന്നോട് ചോദിച്ചത് എന്റെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് വെച്ച് ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ്. അതായത് ഞാൻ ബാംഗ്ലൂരിലുള്ള ആളാണ്, ബാംഗ്ലൂരാണ് സെറ്റിൽഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ നോവലുകളും കഥകളും എഴുതുന്ന സമയത്ത് ഞാനൊരു 15ഓളം കഥകൾ ഇങ്ങനെ എഴുതി. പല കഥകളിലും പശ്ചാത്തലം കേരളമല്ല, പല നാടുകളിൽ ഞാൻ സഞ്ചരിച്ചിട്ടുള്ള നാടുകളും മലയാളികളല്ലാത്ത ക്യാരക്ടേഴ്സും ഒക്കെ വെച്ചിട്ട് ഞാൻ എഴുതാറുണ്ട്. അപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അതൊരു സമാഹാരമാവും അടുത്ത വർഷം, അതിനടുത്ത വർഷം. അപ്പോൾ അത് തമ്മിലൊരു ഡിഫറൻസ് ഇപ്പൊ കേരളത്തിന് പുറത്ത് നിന്നുകൊണ്ട് കേരളത്തിനെ കാണുമ്പോൾ എന്താണ് പ്രധാന വ്യത്യാസം, എന്താണ് തോന്നിയിട്ടുള്ളത് എന്നുള്ള എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അത് വലിയൊരു വ്യത്യാസം തന്നെയാണ്. നമ്മൾ കേരളത്തിലിരുന്ന് കേരള സമൂഹത്തിന്റെയും ഇവിടുത്തെ പ്രശ്നങ്ങളും കാണുന്നതിനേക്കാളും പുറത്ത് പോകുമ്പോൾ തന്നെയാണ് യാത്ര എന്ന് പറയുന്നത് ഒരു ഔട്ട്ലുക്ക് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഒരു എഴുത്തുകാരനെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. യാത്രയിൽ പോയി നമ്മൾ പല പല നാടുകൾ കാണുകയും എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യുമ്പോൾ അത് നമുക്ക് പുതിയ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാനോ അല്ലെങ്കിൽ പുതിയ പശ്ചാത്തലം എടുക്കാനോ. ഇപ്പൊ നോവലിന്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞിപ്പോ നേരത്തെ നോവലിന്റെ കാലത്തിനെ പറ്റി പറഞ്ഞു. ഇപ്പൊ റീസെന്റ് ഞാൻ കണ്ട ഒരു നോവല്, അത് 3 ബോഡി പ്രോബ്ലം എന്ന് പറഞ്ഞൊരു ചൈനീസ് റൈറ്റർ എഴുതിയിട്ടുള്ള നോവലാണ്. അപ്പൊ അതിലെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഭാവിയിൽ ഒരു 400-600 കൊല്ലാണ് അതിന്റെ കാലഘട്ടം. അത്രയും വലിയൊരു ക്യാൻവാസ് ആണ്. ഈ മാനവരാശിയുടെ എക്സ്റ്റിങ്ഷനെ പറ്റിയിട്ടുള്ള ഒരു നോവലും കൂടിയാണ് അത്. അപ്പൊ വിദൂരമായിട്ടുള്ള ഒരു ഗാലക്സിയിൽ ഇതുപോലെ 3 ബോഡി പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവർക്ക് 2 സണ്ണും ഒരു മൂണും ഉണ്ടാവുക എർത്തിൽ. അത് കാരണം അവർക്ക് അവിടെ ഒന്നും കെട്ടിപ്പൊക്കാൻ പറ്റാതെ അവര് പുതിയൊരു പ്ലാനറ്റ് അന്വേഷിച്ച് വരുന്നതാണ് നോവലിന്റെ കഥ. പക്ഷെ അത് എഴുതിയിട്ടുള്ളത് അവർ വന്നതിന് ശേഷമുള്ളതല്ല. അവരവിടുന്ന് പുറപ്പെടുമ്പോൾ എർത്തിലുള്ളവർ അറിയുന്നുണ്ട് 400 കൊല്ലം കൊണ്ട് നമ്മുടെ ടെക്നോളജി അത്രയും ഇംപ്രൂവ് ചെയ്തിട്ട് ഇവരെ തോൽപ്പിക്കാൻ പറ്റണം എന്നുള്ളതാണ് ആ നോവലിന്റെ മൊത്തം തീം. 3 ബുക്കുകളായിട്ട് വന്നിട്ടുള്ള ഒരു സീരീസ്, നോവൽ സീരീസ് ആണ് അത്. അപ്പൊ അങ്ങനെ അത്രയും വിശാലമായ ചക്രവാളങ്ങളും ക്യാൻവാസുകളും ഒക്കെ ആണ് പുതിയ നോവലുകളിൽ വരുന്നത്. മലയാളത്തിലും പല നോവലുകളും ഇതുപോലെ വരുന്നത് എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ വലിയ പോക്ക് ഞാൻ കാണുന്നുണ്ട്, ഞാൻ വൈകിട്ടാണ്. അപ്പോൾ സാഹിത്യയിലെ എല്ലാവർക്കും ഇവിടെയുള്ള എല്ലാവരും കുടുംബം പോലെയാണ്. അമ്മയും അച്ഛനും സാഹിത്യ പരിപാടികൾക്ക് വന്നിട്ടൊക്കെ എല്ലാവരും പേഴ്സണലായിട്ട് എനിക്ക് അറിയാവുന്നതാണ്. അപ്പോൾ എന്നെ വിളിച്ചതിന് വളരെ സന്തോഷം, വളരെ നന്ദി. കേട്ടിരുന്നു. താങ്ക് യു.